ഹലോ മച്ചാന്മാരെ, എൻ്റെ സ്റ്റാർട്ടപ്പ് സങ്കല്പങ്ങളെ ആകമാനം തകിടം മറിച്ചൊരു കാര്യമാണ് ഈ വരുന്നത്. ഒരു സ്റ്റാർട്ടപ്പാണെന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നു? അതോടെ ഒരു കപ്പലണ്ടിക്കട, ഇതൊരു സ്റ്റാർട്ടപ്പാണ്. കിഷൻ, രാജസ്ഥാൻ സ്വദേശിയായ കിഷൻ എന്നോട് അവൻ്റെ കടയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ വെറും കപ്പലണ്ടി കച്ചവടക്കാരനെന്ന രീതിയിൽ സമീപിച്ചപ്പോൾ ആൾ പറഞ്ഞു, സാർ ഇത് മേരാ സ്റ്റാർട്ടപ്പ് ഹേ, ഇതെൻ്റെ സ്റ്റാർട്ടപ്പാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ ആ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു ആവശ്യത്തെ ഒരു സാങ്കേതിക വിദ്യ കൊണ്ട് നിറവേറ്റണം, അല്ലേ? അത് ലഘൂകരിക്കണം എന്നാണല്ലോ. നമ്മുടെ ആവശ്യം കപ്പലണ്ടി തിന്നുന്നതാണ്. അത് പഴയ കപ്പലണ്ടി കച്ചവടം ചട്ടിയിലിട്ട് വറക്കുന്ന സംവിധാനം തന്നെ. പക്ഷേ ഇവരത് കുറച്ചുകൂടെയൊക്കെ LED ബൾബൊക്കെ വെച്ച് ഗുമ്മോട് ഗുമ്മാക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു? വണ്ടിയിലൊക്കെ അവരവിടെ GPay പേയ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫോൺപേ പേയ്മെൻറ്റിൻ്റെ ഒക്കെ സ്റ്റിക്കറോട് ഒട്ടിച്ചു, നമ്മുടെ QR കോഡോട് ഒട്ടിച്ചു. ഗുമ്മോട് ഗുമ്മായില്ലേ സംഭവം. നമ്മളൊക്കെ 10 രൂപ ഇറങ്ങി എടുക്കാനില്ലാത്ത സമയത്ത് അത് അക്കൗണ്ടിൽ പൈസ ഉണ്ട്, പക്ഷേ 10 രൂപ ഉണ്ടെങ്കിലല്ലേ കപ്പലണ്ടി വാങ്ങിക്കാൻ പറ്റൂ എന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലമായിരുന്നു. അതിനും ഇവർ മറികടന്നിട്ടുണ്ട്. ഇവർ GPay വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോൺപേ വെച്ചിട്ടുണ്ട്, UPI പേയ്മെൻറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോഴും മച്ചാന്മാരെ, ഇതൊരു സ്റ്റാർട്ടപ്പ് അല്ലേ? നമ്മുടെ ഇടയിൽ നിന്ന് ഇവരുണ്ടാക്കുന്ന പൈസ എത്രയാണെന്ന് അറിയാൻ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഒരു രാത്രി 2000 രൂപയോളം ഉണ്ടാക്കുന്നുണ്ട്.